അലീന, അലീന. എന്തോ എന്താ അച്ഛാ? മോളെ, നീ പറഞ്ഞില്ലായിരുന്നു പുറത്തു പോണോന്ന്? എന്തോ വാങ്ങിക്കാനോ ഓർഫണേജിലോട്ട് പോണോന്ന്? ആ, നാളെ പോവാന്നല്ലേ അച്ഛൻ പറഞ്ഞ അച്ഛന്റെ കൂടെ. നമുക്കൊരു കാര്യം ചെയ്യാം, ആ. ഇന്ന് തന്നെ അങ്ങ് പോയേക്കാം, നാളത്തേക്ക് വെക്കണ്ട. അപ്പോ അച്ഛന് തിരക്കുണ്ടെന്ന് പറഞ്ഞതോ? ആ, അത് കഴിഞ്ഞു. അന്നേരം ഒരു മീറ്റിംഗ് വന്നില്ലേ, അയാളാണ് ഇവിടെ കാണാൻ വന്നത്. പെട്ടെന്ന് ആ മീറ്റിംഗ് കഴിഞ്ഞില്ലേ. ഇന്നിനി വേറെ ഒരു പരിപാടിയും ഞാൻ പിടിക്കുന്നില്ല. നാളത്തേക്ക് വേറെ വല്ല അർജന്റ് മീറ്റിംഗ് കയറി വന്നാലോ? അതുകൊണ്ട് ഇന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തേക്കാം. എന്നാ ഞാൻ വേഗം പോയി റെഡി ആയിട്ട് വരാവേ. ആ, വേഗം പോ, റെഡി ആയിട്ടോ. അച്ഛന് ഉറപ്പല്ലേ അച്ഛന് ബുദ്ധിമുട്ടാവില്ലാന്ന്? ഓ, ഭയങ്കര ബുദ്ധിമുട്ടാ. വേഗം റെഡി ആയിട്ടോ. ശരി അച്ഛൻ. അച്ഛന്റെ സീറ്റ് ബെൽറ്റ്? ആ, ഞാനത് മറന്നു. ആദ്യം എങ്ങോട്ടാ? ആദ്യം നമുക്കൊരു തുണിക്കടയിൽ പോവാച്ചാ. ബബിക്കും കൃഷ്ണമോൾക്കും രോഹിക്കും കുറച്ച് ഡ്രസ് എടുക്കണം. എന്നാ പിന്നെ നമുക്ക് നമ്മുടെ കടയിലോട്ട് പോവാം, അവിടെ നിർത്തേക്കാം. അത് വേണ്ട അച്ഛാ, അവിടുന്ന് ഞാൻ വാങ്ങിയാലേ അച്ഛൻ എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങത്തില്ല. അതുകൊണ്ട് നമ്മുടെ കടയിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ലേ? അത് ശരിയാവത്തില്ല അച്ഛാ. ഞാൻ അവർക്ക് വാങ്ങി കൊടുക്കുന്നതല്ലേ. അപ്പൊ എനിക്ക് തോന്നണം ഇതാരുടെ സഹായം ഇല്ലാതെ ഞാൻ എന്റെ കൂടെപ്പിറപ്പുകൾക്ക് വാങ്ങി കൊടുക്കുന്നതാന്ന്. നമ്മുടെ കടയിൽ നിന്ന് എടുക്കുമ്പോ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം മാത്രമേ ഉള്ളൂ, അച്ഛൻ കാശ് വാങ്ങിക്കത്തില്ല. ഓ, അതാണ് പ്രശ്നമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. എന്ത് കാര്യം? ഞാൻ കാശ് വാങ്ങാം, പോരെ? എനിക്കും കിട്ടട്ടെ കുറച്ച് കാശ്, അല്ല പിന്നെ? വേണ്ട, എനിക്ക് അക്കാര്യത്തിൽ അച്ഛന് വിശ്വാസമില്ല. ഇത് നല്ല കളിയാണല്ലോ. പിന്നെ ഇവിടെ പോണം? അതെനിക്കറിയത്തില്ല, അച്ഛനറിയായിരിക്കുമല്ലോ വേറെ നല്ല ടെക്സ്റ്റൈൽസ്. പോയിക്കാം, പോകുന്ന വഴിക്ക് ഞാൻ ഒന്ന് ആലോചിച്ചോട്ടെ. ശരി. നമ്മളെ കടയിലോട്ട് പോയാ മതിയായിരുന്നു. അച്ഛാ, ഇടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, വേറെ നല്ല കടയുണ്ട് മക്കളെ. ഞങ്ങള് കോട്ടയത്തേക്കാ പോകുന്നത്, കല്യാൺ സിൽസിലേക്ക്. താങ്കൾ അങ്ങോട്ട് വന്നാൽ മതി, അവിടെ വെച്ച് കാണാം. കോട്ടയത്ത് എവിടെയാണ് കല്യാൺ സിൽക്സ്? അത് MG റോഡിന്റെ താഴെ, MC റോഡിന്റെ ലെഫ്റ്റ്, കോടിപത. ഞാനവിടെ എത്തിയിട്ട് വിളിക്കാം. ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. താങ്കൾ ഇപ്പൊ ഇറങ്ങണമെങ്കിൽ ഒരേ സമയത്ത് തന്നെ എത്താം. ശരി, അങ്ങനെ ചെയ്യാം. ആ, ഓക്കെ.
സാർ എന്താ വേണ്ടത്? പറഞ്ഞോ. ഈ ചുരിദാറിന്റെ ടോപ്സിന്റെ സെക്ഷൻ ഏതാ? വാ കാണിച്ചു തരാം. ഇതെല്ലാം ചുരിദാറിന്റെ ടോപ്പിന്റെയാണ്. കൂടെ ചെല്ല്, എന്താന്ന് വെച്ചാൽ സെലക്ട് ചെയ്യും. ആ വരൂ മാഡം. ഹലോ മിസ്റ്റർ മേനോ. ഞാനും അലീനയും കല്യാണ സിൽക്സിന്റെ 3rd ഫ്ലോറിലുണ്ട്. താങ്കൾ എവിടെയാ? ഞാനിവിടെ കാറ് റെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ തന്നെ എത്താം. താങ്കളെ വീട്ടിൽ വെച്ച് കണ്ടതുകൊണ്ട് ചിലപ്പോൾ തിരിച്ചറിയാനുള്ള സാധ്യതയുണ്ട്. എന്ത് ചെയ്യും? ഞാനൊരു സൺഗ്ലാസ് വയ്ക്കാം, അതുപോലെ. ആ, അഥവാ തിരിച്ചറിയപ്പെട്ട ഹലോ നിങ്ങളെന്താ എവിടെയെന്നൊക്കെ ചോദിച്ച് ഒഴിഞ്ഞു പോയാൽ മതി. സംശയം തോന്നുമോ? അത് അപ്പോഴത്തെ മനോധർമ്മം അനുസരിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്യാ. ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാം മിസ്റ്റർ മേനോ. 5 മിനിറ്റിനുള്ളിൽ. ആ ഓക്കെ. ഹലോ. ആ വന്നത് ഞാൻ കണ്ടു. ഞാനും കണ്ടു. അലീന എവിടെയാ? അത് ചുരിദാർ ടോപ്പ് സെക്ഷനിലുണ്ട്. ആ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എടുക്കാനുള്ള മട്ടിൽ നിന്നാൽ മതി. സെയിൽസ് ഗേൾസിനോട് സംസാരിക്കുമ്പോൾ തന്നെ അലീനെ കാണാൻ പറ്റും. എന്നെ തിരിച്ചറിയില്ലല്ലോ അല്ലേ? ഒറ്റ നോട്ടത്തിൽ അറിയില്ല. അറിഞ്ഞാലും സാരമില്ല, നമ്മളറിയാത്ത മട്ടിൽ നിന്നാൽ മതി. ശരി, അങ്ങനെ ചെയ്യാം. ഓക്കെ. ആ ഓക്കെ.
സർ സൈസ് ഏതാണെന്ന് പറഞ്ഞില്ല. ഏതൊക്കെ സൈസാ ഉള്ളത്? എനിക്ക് അതിനെപ്പറ്റി വലിയ പിടിപാടില്ല. ആർക്ക് വേണ്ടിയാ സർ? സാറിന്റെ വൈഫിനാണോ, മോൾക്കാണോ, അതോ അതെ അതെ, മോൾക്കാണ്. മെലിഞ്ഞിട്ടാണോ അതോ നല്ല വണ്ണം ഉണ്ടോ? ഇവിടെ ഇപ്പോ മീഡിയം സൈസ്, ലാർജ് എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ വരെ ഉണ്ട്. മീഡിയം മതി. മീഡിയം മീഡിയം ആയിക്കോട്ടെ. പാൻസും ഉണ്ട്, ഷോളും ഉണ്ട്. ഓ, എനിക്ക് ഇത്ര സ്ലിറ്റ് ആയിട്ടുള്ള ടോപ്പ് വേണ്ട. എന്നാ അത് ഇല്ലാത്തത് കാണിക്കാം. സാറിന് ഇഷ്ടപ്പെട്ടോ ഇത്? ഇഷ്ടപ്പെട്ടു. ഇതിനെന്താ കുഴപ്പം? കൊള്ളാല്ലേ? പക്ഷേ ലാർജ് സൈസ് ആണ് സർ. ആണോ? മീഡിയം മതിയല്ലേ? സോറി. ഇവിടെയാ മാം. എല്ലാം എടുത്തോ? എടുത്തു. ബില്ലടിക്കാൻ പോയേക്കുവാ. എല്ലാം കൂടെ എത്രയായി? ആ, ഒന്നും അച്ഛൻ അറിയണ്ട. അവസാനം കുളത്തപ്പോഴേക്ക് വേണ്ട വണ്ടിക്കൂലിയെങ്കിലും കാണുകയില്ല. ആ, അതച്ഛൻ തരണം. ആ, അപ്പൊ കയ്യിലുണ്ടായിരുന്ന അത്രയും പൊടിച്ചു. പൊടിക്കും. ബില്ല് വരട്ടെ. ബാങ്കിൽ വല്ലതും ഉണ്ടോ? അതോ ഞാൻ തന്നതെല്ലാം ഓരോരോ ഓർഫനേജ് ആരും കൊണ്ടുപോയോ? മിനിമം ബാലൻസ് ഉണ്ടച്ചാ. ഇടി, നിന്നെ എന്നതാ പറയണ്ടേ? ആ, എന്നതെങ്കിലും ആവട്ടെ. ഞാനേ നോക്കിട്ട് വരാം അച്ഛാ. ആ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം.
പോവാം. ശ്ശോ. ഇത് എന്തു പടി ഇത്? ഇനി വേറെ എവിടെയെങ്കിലും കയറാനുണ്ടോ? വേറെ ഞാൻ പറയാം. ആ ഇത്രയും പൈസ വേറൊരു കടയിൽ കൊണ്ട് കൊടുത്തല്ലോടി മോളെ. ഞാൻ പറഞ്ഞതല്ലേ നമ്മുടെ കടയിൽ തന്നെ പോയാ മതി. ഒന്ന് പോവച്ചാ, വണ്ടി കേറിയപ്പോ തുടങ്ങിയതാ കളിയാക്കാൻ. ആ ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? അവര് വളരട്ടെ. മതി മതി പറഞ്ഞത്. ആ ബാ, ഞാൻ നല്ല സൂപ്പർ ഒരു ചായ ഇട്ട് തരാം. അവർക്ക് കച്ചവടം, എനിക്ക് ചായ. ചായക്ക് ചായ. വാ. ഹലോ, അകത്തോട്ട് വരട്ടെ? വേണ്ട. എന്നാത്തിനാ വരുന്നേ? ആദ്യം നെഗറ്റീവേ വായിന്ന് വരത്തുള്ളൂ. കാര്യം പറ. അകത്തോട്ട് വന്നിട്ട് പറയാം. ഇതെങ്ങോട്ട് പിടിച്ചേ. എന്നതാന്ന് പറ. വാങ്ങിച്ചു നോക്ക്. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും വെച്ച് നീട്ടിയാ ഞാൻ വാങ്ങിക്കത്തില്ല. ഞാൻ ആരെങ്കിലും ആണോ? അല്ലല്ലോ. എനിക്ക് മനസ്സിലായി. എന്തോ ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് വന്നിക്കാ എന്നെ സന്തോഷിപ്പിക്കാൻ. എനിക്കങ്ങനെ വേറൊരാള് കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിയാ ഒന്നും വേണ്ട. ഇതിന് അത്രയ്ക്ക് വിലയൊന്നും ഇല്ല. ആ, വിലയില്ലാതാണെങ്കിൽ എനിക്ക് ഒട്ടും വേണ്ട. വാങ്ങിക്ക് പെണ്ണേ, ഇതങ്ങോട്ട്. വലിയ ഗമ കാണിക്കല്ലേ. ഇതൊക്കെ ആര് പറഞ്ഞിട്ടാ മേടിച്ചോണ്ട് വരുന്നേ? ആരും പറഞ്ഞിട്ടല്ല. ഞാൻ എന്റെ അനുജത്തിമാർക്ക് ഇതുവരെ ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. നീയാണെങ്കി എനിക്ക് കുറെ ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് തന്നു. അത് ഞാൻ വെട്ടിമുറിച്ച് നശിപ്പിച്ചതിന്റെ കടം വീട്ടിയതാ. ഇത് ഒരു കടം വീട്ടിലായിട്ട് കണക്കാക്കിക്കോ. കൈ നീട്ട്. കൈ നീട്ട്.
യാത്ര പറച്ചിൽ അവസാനായിട്ടല്ലേ? മാഡത്തിനോടാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. പിന്നെ ഇവിടെയുള്ള എല്ലാരോടും. എന്നോടോ? മനുവേട്ടാ, ഞാൻ